സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല അനുവദിക്കുന്നതിനുള്ള സർക്കാർ നീക്കം UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി 2003 UGC പുറത്തിറക്കിയ വിജ്ഞാപനം പ്രകാരം സ്വകാര്യ സർവകലാശാലകൾക്ക് ഒറ്റ ക്യാമ്പസ് മാത്രമേ പാടുള്ളൂ എന്ന ചട്ടവും ലംഘിച്ചു. സർവകലാശാല ആരംഭിച്ച് 5 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ സംസ്ഥാനത്തിനകത്തോ പുറത്തോ ഓഫ് ക്യാമ്പസുകളോ സ്റ്റഡി സെന്ററുകളോ അനുവദിക്കാൻ പോലും പാടുകയുള്ളൂ എന്നാണ് UGC ചട്ടം പാലിക്കാതെയുള്ള ബില്ല് അംഗീകരിക്കരുതെന്ന് ഗവർണർക്ക് നിവേദനം. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സ്വകാര്യ സർവകലാശാലകൾക്ക് മൾട്ടി ക്യാമ്പസ് അനുവദിക്കാമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് 2003 UGC പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം സ്വകാര്യ സർവകലാശാലകൾക്ക് ഒറ്റ ക്യാമ്പസ് മാത്രമേ പാടുള്ളൂവെന്നാണ് ചട്ടം. സർവകലാശാല ആരംഭിച്ച 5 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ സംസ്ഥാനത്തിനകത്തോ പുറത്തോ ഓഫ് ക്യാമ്പസുകളോ സ്റ്റഡി സെന്ററുകളോ അനുവദിക്കാൻ പാടുള്ളൂവെന്നാണ് UGC ചട്ടം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഈ ചട്ടം മറികടക്കുന്നതിനാണ് മൾട്ടി ക്യാമ്പസ് അനുവദിക്കാൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതെന്നാണ് ആക്ഷേപം. മൾട്ടി ക്യാമ്പസ് എന്നതിന് നിർവചനം ബില്ലിൽ ഒഴിവാക്കിയിട്ടുമുണ്ട്. മെഡിക്കൽ കോളേജുകളും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുമുള്ള ചില കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് നിലവിൽ വിവിധ സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ സ്ഥാപനങ്ങളെ സ്വകാര്യ സർവകലാശാലയിൽ കൊണ്ടുവരുന്നതിനാണ് മൾട്ടി ക്യാമ്പസ് എന്ന വ്യവസ്ഥ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിന് UDF സർക്കാർ തയ്യാറാക്കിയിരുന്ന റിപ്പോർട്ടിൽ സർവകലാശാല ഒറ്റ ക്യാമ്പസിൽ തന്നെ ആയിരിക്കണമെന്നും പട്ടണത്തിൽ 20 ഏക്കർ സ്ഥലവും ഗ്രാമപ്രദേശത്ത് 30 ഏക്കർ സ്ഥലവും വേണമെന്നും 50 കോടി രൂപ നിക്ഷേപിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു. അതിനു പകരം സർക്കാർ അനുമതിയോടെ കൂടുതൽ ക്യാമ്പസ് ആകാമെന്നുള്ള വ്യവസ്ഥയും സർവകലാശാല ആസ്ഥാനത്തിന് 10 ഏക്കർ ഭൂമി മതിയെന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് ചില കോർപ്പറേറ്റ് മാനേജ്മെന്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്നും ആക്ഷേപമുണ്ട്. അതേസമയം UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാസാക്കുന്ന സ്വകാര്യ സർവകലാശാല നിയമം ഗവർണർ അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനവും നൽകി. ജനം, തിരുവനന്തപുരം.